മാർക്കറ്റ് ഓർഗനൈസേഷന് ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഓർഗനൈസേഷനാണ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് മാർക്കറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് സബ് മാർക്കറ്റ്. അതായത് ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് മാർക്കറ്റാണ്. ഇതിൽ ഒരുപാട് സബ് മാർക്കറ്റുകളുണ്ട്. അതായത് ഓർഗനൈസേഷൻ്റെ സബ് മാർക്കറ്റ് എന്ന് പറയുന്നത് കോൾ മണി മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, ആക്സെപ്റ്റൻസ് ബിൽ മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഇങ്ങനെ ഒരുപാട് മാർക്കറ്റുകളുണ്ട് ആയിട്ടുള്ള ഹെട്രോജീനിയസ് മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് കോൾ മണി മാർക്കറ്റ്. കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ വെരി ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം ഫണ്ട്സിൻ്റെ മാർക്കറ്റാണ് എന്ത് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സംടൈംസ് റെഫേർഡ് ആസ് എ ലോൺ ഓർ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഇതിനെ പറയുന്ന പേരാണ് കോൾ ഓർ മണി ഓർ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് ഫണ്ട്സ് ആർ ബോറോവഡ് ആൻഡ് ലെൻഡ് ഇൻ ദിസ് മാർക്കറ്റ് ഈസ് കോൾഡ് കോൾ മണി റേറ്റ്. അതായത് റേറ്റ് കോൾ മണി റേറ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ട്സ് ബോറോ ചെയ്യുന്ന അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുന്ന ഈ മാർക്കറ്റിൽ ബോറോ ചെയ്യുകയോ അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുകയോ ചെയ്യുന്ന ആ റേറ്റിന് പറയുന്ന പേരാണ് കോൾ മണി റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് കോൾ മണി മാർക്കറ്റ്. Call money market enable the banks and institutions to even out their day-to-day deficits and surplus of money. അതായത് കോൾ മണി മാർക്കറ്റ് ബാങ്ക്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ അവരുടെ ഡെഫിസിറ്റ് അതുപോലെ തന്നെ സർപ്ലസ് ഓഫ് മണി ഡേ ടു ഡേയിലുള്ള ഡെഫിസിറ്റും സർപ്ലസും എനേബിൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബാങ്കിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് പ്രൈമറി ഡീലേഴ്സ് ആർ അലൗഡ് ടു ബോറോ ആൻഡ് ലെൻഡ് ഇൻ ദിസ് മാർക്കറ്റ് ഫോർ അഡ്ജസ്റ്റിംഗ് ദെയർ ക്യാഷ് റിസർവ് എക്യുപ്മെൻറ്റ്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, പ്രൈമറി ഡീലേഴ്സ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബോറോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലെൻഡും ചെയ്യുന്നുണ്ട് ഈ ഒരു മാർക്കറ്റിൽ. ദെൻ സ്പെസിഫൈഡ് ഓൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് സർട്ടൻ സ്പെസിഫൈഡ് എൻറ്റിറ്റീസ് ആർ അലൗഡ് ടു ആക്സസ് കോൾ നോട്ടീസ് മണി ഓൺലി ആസ് എ ലെൻഡേഴ്സ്. അതായത് സ്പെസിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് അക്വയർ ചെയ്യുന്നുണ്ട്. Then it is a complete interbank market, hence non-bank entities are not allowed access to this market. കംപ്ലീറ്റ് ഒരു ഇൻ്റർബാങ്ക് മാർക്കറ്റാണ് എന്ത് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാങ്കേഴ്സിന് അലൗഡ് ഇല്ല. ദെൻ ഇൻട്രസ്റ്റ് ഇൻ ദ കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റ് ആർ മാർക്കറ്റ് ഡിറ്റർമൈൻഡ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ കോൾ ആൻഡ് നോട്ടീസ് മണി മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റാണ്. ദെൻ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ആർ റിക്വയർഡ് ടു ഹാവ് കറൻറ്റ് അക്കൗണ്ട്സ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. And it serves as an outlet for deploying fund on short-term basis to lenders having steady inflow of fund. Then മെറിറ്റ്സ് ഓഫ് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്, മെറിറ്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി. അപ്പം പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ബാങ്ക് ക്യാൻ ഇൻവെസ്റ്റ് ദെയർ സർപ്ലസ് ഫണ്ട് ഇൻ ദ കോൾ മണി മാർക്കറ്റ് വെൻ ദ കോൾ റേറ്റ് ആർ ഹൈ. ഇറ്റ് ഓഫർ ഹൈ പ്രോഫിറ്റബിലിറ്റി ടു ബാങ്ക്സ്. ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഹൈ പ്രോഫിറ്റബിലിറ്റി ടു ബാങ്ക്സ് ആൻഡ് they can surplus fund can be invested in the banks, thereby profitability will be increased to the banks. Then high liquidity എന്ന് പറഞ്ഞാൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാൾ മാർക്കറ്റിൽ റീകോൾ ചെയ്യുന്ന എനി ടൈം എന്ത് ചെയ്യാൻ പറ്റും, റീകോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിന് അവരുടെ ലാർജ് പേയ്മെൻറ്റ് ആൻഡ് റെമിറ്റൻസ് ഡിഫിക്കൽട്ടി ഇല്ലാതെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അതുകൊണ്ട് തന്നെ ഹൈലി ലിക്വിഡാണ്, പ്രോഫിറ്റബിലിറ്റിയാണ്. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെൻറ്റ്. അതുപോലെ തന്നെ സേഫാണ്. കോൾ ലോൺ എന്ന് പറയുന്നത് സെക്യൂർഡാണ്, സേഫാണ്, ചീപ്പസ്റ്റ് ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ആണ്. ദെൻ ഹെൽപ്പ് ദ സെൻട്രൽ ബാങ്കിന് എനി ചേഞ്ചസ് ഒക്കറിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി കോൾ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ദ സെൻട്രൽ ബാങ്ക് ടു ഡിറ്റർമൈൻ ആൻ അപ്രോപ്രിയേറ്റ് മോണിറ്ററി പോളിസി. ഹെൽപ്പ് എന്ത് ചെയ്യുന്നു, സെൻട്രൽ ബാങ്കിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ കൺഫൈൻഡ് ടു ബിഗ് സിറ്റീസ്. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് കൺഫൈൻഡ് ടു ബിഗ് സിറ്റീസ്, ലാക്ക് ഓഫ് ഇൻറ്റഗ്രേഷൻ, കോൾ മണി റേറ്റ്സ് volatile in nature, small size, commercial banks are not inclined to offer loans to brokers and dealers in bill securities. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ കൺഫൈൻഡ് ടു ബിഗ് സിറ്റീസ്. അതായത് കോൾ മാർക്കറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ബിഗ് സിറ്റീസ് ആയിട്ടുള്ള മുംബൈയിൽ, കൊൽക്കത്തയിൽ, ചെന്നൈയിൽ, ബാംഗ്ലൂരിൽ, അഹമ്മദാബാദിൽ, ഡൽഹിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൾ മാർക്കറ്റ് സിറ്റി ചെയ്യുന്നത്. ദെൻ ലാക്ക് ഓഫ് ഇൻറ്റഗ്രേഷൻ,
ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോൾ മണി മാർക്കറ്റ് ഒരിക്കലും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. ദെൻ കോൾ മണി റേറ്റ്സ് വോളറ്റൈൽ ഇൻ നാച്ചർ. കോൾ റേറ്റ്സ് ആർ ഡിഫറെൻ്റ് ആണ് ഇൻ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ആൻഡ് ഇൻ ഡിഫറെൻറ്റ് റീസൺസ് ഓർ ഇൻ ഡിഫറെൻറ്റ് റേറ്റ്സ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി വോളറ്റൈൽ നാച്ചറാണ്. ഇറ്റ് മേ ബി ഡിഫറെൻ്റ് ഇൻ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് കോൾ റേറ്റ്സ്. സോ ദേ ക്യാൻ ബി വോളറ്റൈൽ ഇൻ നാച്ചർ. ദെൻ സ്മോൾ സൈസ് ആണ്. സ്മോൾ സൈസ് എന്ന് പറയുന്നത് കോൾ മണി മാർക്കറ്റ് ഈസ് കമ്പയർഡ് ടു UK ആൻഡ് USA. സൈസ് ഓഫ് ദി കോൾ മാർക്കറ്റ് ഈസ് സ്മോളർ ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു അണ്ടർ ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആസ് കമ്പയർഡ് ടു UK ആൻഡ് USA കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്മോളർ സൈസ് ആണ്. And commercial banks are not inclined to offer loans to brokers and dealers in bill and X securities. So this is the another limitation for the growth of the call money market. So the merits of call money market indicated that the profitability, high liquidity, help to maintain statutory reserve requirements, safe, help the central banks. Demerits of call money market confined to big cities, lack of integration, call money rates volatile in nature, small size, commercial banks are not inclined to offer loans to brokers and dealers in land securities. Then another market is commercial bill market or discount market. Commercial bill market എന്ന് പറഞ്ഞാൽ it is a exchange properly known as a bill is a written instrument containing an unconditional order. The bill is signed by the drawer directing a certain person to pay a certain sum of money only to or order of a certain person or to bearer of the instrument at a fixed time in future or on demand. So commercial bill എന്ന് പറഞ്ഞതിൽ ഇറ്റ്സ് പോപ്പുലർലി ഇറ്റ്സ് എ റിട്ടൺ കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ആണ്. ദ ബില്ല് സൈൻ ചെയ്യുന്നത് ഡ്രോയർ ആണ്. ഡയറക്റ്റിംഗ് എ സർട്ടൺ പേഴ്സൺ ടു പേ സർട്ടൺ സം ഓഫ് മണിയാണ്. സോ ഓൺലി ടു ഓർഡർ ഓഫ് എ സർട്ടൺ പേഴ്സൺ ഓർ ടു ബെറ്റർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് അറ്റ് എ ഫിക്സ്ഡ് ടൈം ഇൻ ഫ്യൂച്ചർ ഓർ ഡിമാൻഡ്. അപ്പം ബിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് പാർട്ട് ഓഫ് ദി മണി മാർക്കറ്റ്. ബിൽ മാർക്കറ്റ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്, ഫേംസ്, ഗവൺമെൻറ് ഇത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് ഉള്ളത്. കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ സർപ്ലസ് ഫണ്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദേ ക്യാൻ ആൾസോ ഡിസ്പോസ് ദ ബിൽസ് ഈസിലി ഓർ ക്യാൻ ബി റീഡിസ്കൗണ്ടഡ് ഇറ്റ് വിത്ത് ദ സെൻട്രൽ ബാങ്ക് ടു ഒബ്റ്റെയിൻ ഫണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ മാർക്കറ്റിലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ സർപ്ലസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അവരത് ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യുകയും ഡിസ്കൗണ്ട് വിത്ത് സെൻട്രൽ ബാങ്ക് ആയിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റാണ് എന്ത്, റിട്ടേൺ ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടെയ്നിങ് ആൻഡ് അൺകണ്ടീഷണൽ ഓർഡറാണ് എന്ത് ഈ ഒരു കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹൈ ലിക്വിഡിറ്റി ആണ്. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഹൈ ലിക്വിഡിറ്റി. ബിൽ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇമ്മീഡിയറ്റ്ലി. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ്ലി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സെൽഫ് ലിക്വിഡേറ്റിംഗ് ഇൻ ക്യാരക്ടറാണ്. ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് ഡ്യൂ ഡേറ്റ്, സോ ഇറ്റ്സ് എ ലിക്വിഡേറ്ററി ഇൻ ക്യാരക്ടർ. ആൻഡ് ഐഡിയൽ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ക്യാൻ ഇൻവെസ്റ്റ് ദെയർ സർപ്ലസ് ഫണ്ട് ഇൻ കൊമേഴ്ഷ്യൽ ബില്ല്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ഏൺ ഹൈ yield than loans and advances. Then central bank can control the money market by manipulating the bank's rate or discount rate. So the commercial banks have the high liquidity instruments ആണ്. അതുപോലെ തന്നെ ബിൽസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ബിസിനസ് പീപ്പിൾസ് ആ ബിൽ ഡ്യൂ ഡേറ്റിൽ ആക്യുറേറ്റ്ലി പ്രൊവൈഡ് ചെയ്യാനൊക്കെ എന്ത് പോസിബിളാണ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് ഓർ ഡിസ്കൗണ്ട് മാർക്കറ്റ്. ദെൻ ട്രഷറി ബില്ല്. ട്രഷറി ബില്ല് എന്ന് പറഞ്ഞാൽ it is a short term government securities, usually the duration of 91 days, sold by the central bank on behalf of the government. There is no fixed rate of interest payable on the treasury bill. Treasury bill are highly secured and liquid because of guarantee of repayment ensured by the RBI, who is always willing to purchase or discount them. ട്രഷറി ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് ടൈം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 91 days ആണ്.
അത് സോൾഡ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്താണ് ഹൈലി സെക്യൂർഡ് ആൻഡ് ലിക്വിഡാണ്. ബിക്കോസ് ഓഫ് ഗ്യാരണ്ടി ഓഫ് റീപേയ്മെൻറ്റ് അഷ്യൂർഡ് ബൈ ദി RBI. ഇതിൻ്റെ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് RBI ആണ്. സോ ദാറ്റ് ഇറ്റ് വിൽ ബി highly secured and highly liquidity instrument, that is treasury bill എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ട്രഷറി ബില്ല്. ട്രഷറി ബില്ല് പലതരത്തിലുണ്ട്. ഓർഡിനറി ഓർ റെഗുലർ ട്രഷറി ബില്ല്, അഡ്ഹോക്ക് ട്രഷറി ബില്ല്. ഓർഡിനറി ട്രഷറി ബില്ല് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഇഷ്യൂഡ് ടു പബ്ലിക് ആൻഡ് RBI by a process of auction or a bidding. The objective is to meet the additional short-term financial needs of the government. Bids are invited usually for 14 days, 182 days, 91 days and 364 days treasury bills. അപ്പം ഈ ട്രഷറി ബില്ല് എന്ന് പറയുന്നത് ഓർഡിനറി ആണ്. ഓർഡിനറി ട്രഷറി ബില്ല് എന്ന് പറയുന്നത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ട്രഷറി ബില്ലാണ്. അതിൻ്റെ RBI ആണ് ഇതിൻ്റെ പ്രോസസ്സിങ് കണ്ടക്ട് ചെയ്യുന്നത്. ബിഡിങ്ങോ അല്ലെങ്കിൽ ഓപ്ഷൻ വഴിയാണോ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഡീഷണൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ്, ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡിനറി ട്രഷറി ബില്ല് കളക്ട് ചെയ്യുന്നത്. ഈ ബിഡ് ചെയ്യുന്നത് 14 ഡേയ്സിലുണ്ട്, അതുപോലെ തന്നെ 182 ഡേയ്സിലുണ്ട്, 91 ഡേയ്സിലുണ്ട്, 364 ഡേയ്സ് ട്രഷറി ബില്ലുണ്ട്. ദെൻ അഡ്ഹോക്ക് ട്രഷറി ബില്ലുണ്ട്. അഡ്ഹോക്ക് ട്രഷറി ബില്ല് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഇഷ്യൂഡ് in favor of RBI with a view to replenish government cash balances by employing temporary surplus of state government and semi-government department. Then call and short notice money. Call money എന്ന് പറഞ്ഞാൽ refers to money given for a very short period. A very short periodലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത് call and short notice or call money എന്ന് പറയുന്നത്. It may be taken for a day or overnight but not exceeding 7 days in any circumstances. Surplus for fund of commercial bank and other institutions are usually given as a call money. അതായത് ഇറ്റ് മേ ബി ടേക്കൺ ഫോർ എ ഡേയിലേക്കോ അല്ലെങ്കിൽ ഓവർനൈറ്റിലേക്കോ അല്ലെങ്കിൽ ഈവൺ എക്സീഡിങ് ഇറ്റ് ഡസ് നോട്ട് എക്സീഡിങ് 7 days in any circumstances. So such a situation, surplus fund of commercial banks and other institutions are usually given as a call money എന്ന് പറയുന്നത്. then certificate of deposits. certificate of deposits എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ആൻഡ് ഇഷ്യൂഡ് ഇൻ ഡിമാറ്റീരിയലൈസ്ഡ് ഫോം ഓർ യൂസൻസ് പ്രൊമിസറി നോട്ട് അഗെയിൻസ്റ്റ് ഫണ്ട് ഡെപ്പോസിറ്റഡ് അറ്റ് എ ബാങ്ക് ഓർ അതർ എലിജിബിൾ ഇൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. അതായത് ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഇഷ്യൂഡ് ആസ് എ യൂസൻസ് പ്രൊമിസറി നോട്ട്സ് or fund deposited at a bank eligible for a time period. It can be issued by scheduled commercial bank excluding regional rural bank and local area bank. Select all India financial institutions have been permitted by the RBI to raise short-term resources within an umbrella limit fixed by the RBI. So ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് എന്താണ് ബാങ്കുകൾ എന്ത് ചെയ്യാണ് ഇവർക്ക് ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു CD ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ദി ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് എ യൂസൻസ് പ്രൊമിസറി നോട്ട്സ് ആണ്. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 7 days. അതുപോലെ തന്നെ ആൻഡ് നോട്ട് മോർ ദാൻ 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻ ദ കേസ് ഓഫ് CD. 7 to 1 year വരെയാണ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ഇഷ്യൂ CD ഫോർ എ പീരീഡ് ലെസ് ദാൻ 1 year ആൻഡ് നോട്ട് എക്സീഡിങ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. അപ്പം ഇത് യൂഷ്വലി ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിലാണ്. അതുപോലെ
ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇതെന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ട്രേഡ് CDൻ്റെ ട്രേഡ് സെക്കൻഡറി മാർക്കറ്റിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ CDs എന്ന് പറയുന്നത് ഫിക്സ്ഡ് ടേം ഡെപ്പോസിറ്റ് ആണ്, വിച്ച് കനോട്ട് ബി വിഡ്രോൺ അണ്ടിൽ ദ റിഡംഷൻ ഡേറ്റ് ആവാതെ ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വിഡ്രോ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ സ്പെസിഫിക് ഇഷ്യൂ പ്രൊസീജിയർ ഫോർ CD. അപ്പോൾ CD എന്ന് പറയുന്നത് എന്താണ്, മോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് സർപ്ലസ് ഫണ്ട് ആയി റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് സർപ്ലസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഇഷ്യൂഡ് ഇൻ ദി മെറ്റീരിയലിസ്റ്റ് ഫോം ഓർ ആസ് എ യൂസൻസ് പ്രൊമിസറി നോട്ട്. ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ ദ ഫോം ഓഫ് എ പ്രൊമിസറി നോട്ട്. അതായത് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ 1990 with a view to enabling highly related corporate borrowers to diversify their sources of short-term borrowings. ആ ഒരു എയിം വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇന്ത്യയിൽ 1990 കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം പ്രൊമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ ദ റെപ്യൂട്ടഡ് കമ്പനീസ് വിത്ത് ഗുഡ് ക്രെഡിറ്റ് സ്റ്റാൻഡിംഗ് ആൻഡ് ഹാവിംഗ് സഫിഷ്യൻറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ്. CPs are unsecured and are negotiable by endorsement and delivery. CPs are normally issued by bank, public utilities, insurance and non-banking financial institutions. കൊമേഴ്ഷ്യൽ പേപ്പർ മെയിൻലി ഡയറക്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡീലർ പേപ്പേഴ്സ് ഉണ്ട്. ഡയറക്റ്റ് പേപ്പേഴ്സ് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി ഇഷ്യൂഡ് ബൈ ദ കമ്പനി ടു ദ ഇൻവെസ്റ്റേഴ്സ് വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറി ഇല്ലാതെ കമ്പനി ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ഡയറക്റ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഡീലർ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡീലർ ബാങ്കർ ഓൺ ബിഹാഫ് ഓഫ് ക്ലയൻറ്റ് ഇഷ്യൂ ദീസ് ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ. അതായത് ഡീലർ ബാങ്കർ ക്ലയൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഡീലർ അറേഞ്ചസ് ഫോർ ദ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ദ പേപ്പർ and also provide advisory services such as timing of the issue, determination of the discount rate and a suitable maturity period. Then repurchase agreement എന്ന് പറയുന്ന റീപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ RBI it is a very important instrument of the money market. റീപ്പോ എന്ന് പറഞ്ഞാൽ it is the rate at which the central bank of a country lend money to commercial bank in the event of any shortfall of fund. അതായത് RBIക്ക് എന്ത് ചെയ്യാണ്, RBI ഫിക്സ് ചെയ്യുന്നൊരു റേറ്റാണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് മണി ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് ഫാൾ ഓഫ് ഫണ്ട് വരുന്ന സമയത്ത് ചെയ്യുന്നൊരു റേറ്റാണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ മോണിറ്ററി അതോറിറ്റീസ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ഇത് യൂസ് ചെയ്യുന്നത് മെയിൻലി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീപ്പോ ഈസ് എ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ടു പാർട്ടീസ് അഗ്രി ടു സെൽ ആൻഡ് റീപർച്ചേസ് ദ സെയിം സെക്യൂരിറ്റി. റീപ്പോ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക, അതേപോലെ റീപർച്ചേസ് ദ സെയിം സെക്യൂരിറ്റി എന്നുള്ള ഒരു വേറെ ട്രാൻസാക്ഷനാണ് എന്തിൽ നടക്കുന്നത്, റീപ്പോയിൽ നടക്കുന്നത്. In repo, under such an agreement, the seller sells specified securities with an agreement to repurchase the same at a mutually desired future date and price. Then ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്പ് ബാങ്ക് ടു ഇൻവെസ്റ്റ് സർപ്ലസ് ക്യാഷ്, അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്പ് ഇൻവെസ്റ്റർ അച്ചീവ് മണി മാർക്കറ്റ് റിട്ടേൺ. then it help borrowers to raise fund at better rate. and RBI use repo and reverse repo as an instruments for liquidity adjustment in the system. Then reverse repo എന്ന് പറഞ്ഞാൽ it is the rate at which the central bank of a country borrow money from commercial bank within the country. അതായത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാണ്, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് മണി ബോറോ ചെയ്യുന്നതാണ് റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ മണി സപ്ലൈ. ദെൻ റിവേഴ്സ് റീപ്പോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ബോറോ ചെയ്യാണ് അത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന്, മറ്റേത് സെൻട്രൽ ബാങ്ക് ലെൻഡ് ചെയ്യാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്. റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്യുന്നതാണ് റീപ്പോ
റീപ്പോ എന്ന് പറയുന്നതെങ്കിൽ റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് ബോറോ ചെയ്യുന്നതാണ് എന്ത് റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ അനദർ ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് വെർ ബൈ ദി ബാങ്ക് ക്യാൻ റേസ് മണി or deploy short term surplus fund. Inter bank participatory certificate എന്ന് പറഞ്ഞാൽ it is a short term money market instrument used by bank to meet their short term requirement. Under this, a bank may sell a part of any its loan asset to another bank. Often the seller bank receive the payment for sale in terms of another loan. ഈ ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് രണ്ട് തരത്തിലുണ്ട്, വിത്ത് റിസ്ക് ഷെയറിംഗ് IBPS ആൻഡ് വിത്തൗട്ട് റിസ്ക് ഷെയറിംഗ് IBPS. ദീസ് വിത്ത് റിസ്ക് എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് 91-182 ഡേയ്സിലാണ്. അതായത് ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓൺ PC ബിറ്റ്വീൻ ഇഷ്യൂയിങ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് ഫ്രീലി. ബട്ട് ദീസ് വിത്തൗട്ട് റിസ്ക് ഷെയറിംഗ് IBPS എന്ന് പറഞ്ഞാൽ ദീസ് IBPS ആർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് നോട്ട് എക്സീഡിങ് 90 ഡേയ്സ്. ദ ഇൻട്രസ്റ്റ് ഓൺ PC is determined by two contracting banks. സോ IBPS എന്ന് പറയുന്നത് ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ബാങ്ക് എന്ത് ചെയ്യാണ് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്, അവരുടെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ ലോൺ അസറ്റ് മറ്റൊരു ബാങ്കിന് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ഇവർ ബാങ്ക് സെല്ല് ചെയ്യുന്നതാണ് ഇത് വിത്ത് റിസ്ക് ഷെയറിംഗ് കൊണ്ട് IBPS ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ബാങ്കുകൾ തമ്മിലുള്ള എന്താണ് ഒരു ഡീലിങ്സ് ആണ്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫിക്സ്ഡ് ഇൻകം മ്യൂച്വൽ ഫണ്ട് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഷോർട്ട് ടേം മെച്യൂരിറ്റീസ് ആൻഡ് മിനിമൽ ക്രെഡിറ്റ് റിസ്ക്. It is among lowest volatile type of investment. Money market fund invest in highly liquid securities like cash equivalent and high related debt-based securities. Because these only invest in highly rated securities, money market fund offer a high degree of safety. Money market fund also offer investors higher yield than traditional saving account. മണി മാർക്കറ്റ് ഫണ്ട് ഈൽഡ് ചെയ്യുന്നത് ഹയർ ഈൽഡാണ് ട്രഡീഷണൽ സേവിങ് സെക്യൂരിറ്റിനേക്കാൾ. അപ്പോൾ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഇൻവെസ്റ്റ് ഇൻ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഷോർട്ട് മെച്യൂരിറ്റീസ് ആൻഡ് മിനിമൽ ക്രെഡിറ്റ് റിസ്ക്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ആർ ദ ലോവസ്റ്റ് വോളറ്റൈൽ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ലോവസ്റ്റ് വോളറ്റൈൽ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യാണ് ഹൈ ലിക്വിഡ് സെക്യൂരിറ്റിയാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഹൈ ലിക്വിഡ് സെക്യൂരിറ്റിയാണ്. ഈ ഇൻവെസ്റ്റ് സോളിലി ഇൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആർ ഫോം ഓഫ് ഡെപ്റ്റ് മെച്യൂർ ലെസ് ദാൻ 1 ഇയർ ആർ വെരി ലിക്വിഡാണ്. എന്ത് ഹൈലി ലിക്വിഡ് സെക്യൂരിറ്റിയാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ഹൈ ലിക്വിഡ് സെക്യൂരിറ്റി മ്യൂച്വൽ ഇൻസ്ട്രുമെൻ്റാണ് ഈ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുണ്ട്, അതുപോലെ തന്നെ റീറ്റെയിൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുണ്ട്. ഓക്കെ.